തേരുത്സവ ആവേശത്തിൽ കൽപ്പാത്തി. രഥോത്സവത്തിന്റെ രണ്ടാം ദിവസമായി ഇന്ന് ദേവരഥങ്ങൾ അഗ്രഹാര വീഥികളിൽ പ്രയാണം നടത്തി. ശിവമഹാഗണപതി രഥങ്ങളാണ് ഇന്ന് പ്രയാണം നടത്തിയത്. നാളെയാണ് ചരിത്രപ്രസിദ്ധമായ ദേവരഥ സംഗമം. രഥപ്രയാണത്തിന്റെ മനോഹര കാഴ്ചയോടെ ഇന്നത്തെ പ്രൈം ടൈം വിത്ത് SKN പൂർണ്ണമാകുന്നു. നിങ്ങൾക്കൊരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്. വേദപാരായണത്തോടെയാണ് മന്തക്കരയിലെ ചടങ്ങുകൾ ആരംഭിച്ചത്. പിന്നാലെ മഹാഗണപതി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെത്തി അച്ഛൻ ശിവഭഗവാനോട് അനുവാദം തേടിയ ശേഷം 11:30 രഥാരോഹണവും തുടർന്ന് രഥപ്രയാണവും ആരംഭിച്ചു. നൂറുകണക്കിന് വിശ്വാസികളാണ് രഥം വലിക്കാൻ ഇന്നും കൽപ്പാത്തിയിലേക്ക് എത്തിയത്. വ്രതമെടുത്ത് വർഷത്തിലെ കാത്തിരിപ്പിന് ശേഷമാണ് ഓരോരുത്തരും രഥപ്രയാണത്തിൽ ഭാഗമാകാൻ എത്തുന്നത്. ആദ്യമായിട്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഒരുപാട് കാലമായിട്ട് കേട്ട് നടക്കാത്ത ഒരു ആഗ്രഹം ഇന്ന് നടന്നേക്കുകയാണ്. ഇതാണ് പൈതൃകമായിട്ടുള്ളത്. ഇത് കാണാൻ ഏറ്റവും രസമായിട്ടുള്ളതാണ്. വളരെ നല്ലൊരു അനുഭവമാണിത്. എപ്പോഴും ഉണ്ടാവാറുണ്ട്. വളരെ സന്തോഷം. അടിപൊളി 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 എക്സ്പീരിയൻസ്. നമ്മുടെ ഗ്രാമമാണിത്. അപ്പോൾ വളരെ എൻജോയ് ചെയ്യുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ. വന്നാൽ ഞങ്ങൾക്കൊരു വൈബാ. സ്കൂള്, കോളേജ്, ഓഫീസ് എന്തായാലും ഒക്കെ ലീവ് എടുത്തിട്ട് വരും. മറ്റ് രഥങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മന്തക്കരയിലെ രഥം ഗ്രാമപ്രദക്ഷിണം നടത്തില്ല എന്നതാണ് പ്രത്യേകത. വൈകിട്ട് ശിവമഹാഗണപതിമാർ പ്രദക്ഷിണം നടത്തി. നാളെ രാവിലെ ലക്ഷ്മി നാരായണ പെരുമാളിന്റെയും ചാത്തപുരം പ്രസന്ന മഹാഗണപതിയുടെയും രഥങ്ങൾ കൂടി അഗ്രഹാര വീതിയിലേക്ക് എത്തുന്നതോടെ കൽപ്പാത്തി അക്ഷരാർത്ഥത്തിൽ ആവേശത്തിമിർപ്പിലാകും. നാളെ വൈകിട്ട് 6 മണിയോടെയാണ് 5 രഥങ്ങൾ ഒരുമിക്കുന്ന പ്രശസ്തമായ ദേവരഥ സംഗമം. അഗ്രഹാര വീഥികളെ ധന്യമാക്കി രണ്ടാം ദിനത്തിലെ രഥപ്രയാണവും പൂർത്തിയായി. ഇനി ദേവരഥ സംഗമത്തിനായുള്ള കാത്തിരിപ്പാണ്. ക്യാമറമാൻ അനൂപ് നായർക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.